നമസ്കാരം, ഞാൻ വികാസ് ഭദ്ര. എല്ലാവർക്കും ആർട്ട് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ വരച്ച സ്റ്റിക്ക് ഫിഗറിന് എങ്ങനെ വോളിയം കൊടുക്കാം, അതായത് ബോഡി മാസ് എങ്ങനെ കൊണ്ടുവരാം എന്നതിൻ്റെ ബേസിക്സ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ വരയ്ക്കാൻ പഠിച്ച സ്റ്റിക്ക് ഫിഗർ ഒപ്പാസിറ്റി കുറച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂവിൽ ബോഡി മാസ് വോളിയം വരയ്ക്കുന്നതിന് മുമ്പ് സൈഡ് വ്യൂവിൻ്റെ ഒരു സ്റ്റിക്ക് ഫിഗർ കൂടി വരയ്ക്കാം. സൈഡ് വ്യൂവിൽ സ്റ്റിക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ല ഉപയോഗിക്കേണ്ടത്. വീഡിയോയിൽ കാണാൻ സാധിക്കും, നമ്മൾ എടുത്തിരിക്കുന്ന റെഫറൻസ് ഇമേജിൽ ബാക്ക് ബോണിന് ഒരു ചെറിയ കേവ് ഉണ്ടാവും. കേവ് ലൈൻസ് ഉപയോഗിച്ചിട്ട് വേണം സൈഡ് വ്യൂവിൽ സ്റ്റിക്ക് ഫിഗർ വരയ്ക്കാൻ. ആദ്യം സൈഡ് വ്യൂവിൽ കേവി ലൈൻ വരയ്ക്കാം. നട്ടെല്ലിൻ്റെ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഒപ്പാസിറ്റി കുറയ്ക്കുന്നുണ്ട്. അതിനുശേഷം സൈഡ് വ്യൂവിൽ സ്റ്റിക്ക് ഫിഗർ വരയ്ക്കാം. ആദ്യം ഹെഡ് വരയ്ക്കാം, നെക്സ്റ്റ് ജോയിൻസ് മാർക്ക് ചെയ്യാം. കൈയുടെ പൊസിഷൻ കുറച്ച് ബാക്കിലായിട്ടാണ് വരയ്ക്കുന്നത്, വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ലോവർ ബോഡിയുടെ ജോയിൻസ് വരച്ചു കൊടുക്കാം, കാലിൻ്റെ ഭാഗം. ഫ്രണ്ട് വ്യൂവിലും സൈഡ് വ്യൂവിലും സ്റ്റിക്ക് ഫിഗർ വരയ്ക്കാൻ മനസ്സിലാക്കി. അടുത്തതായിട്ട് ഫ്രണ്ട് വ്യൂവിൽ ആദ്യം വോളിയം മാസ് വരയ്ക്കാം. ഹെഡ് വരയ്ക്കുക. അപ്പർ ബോഡിയിൽ 2 ജോമെട്രിക് ഫോംസാണ് ഉപയോഗിക്കുന്നത്. 2 ബോക്സ് ഷേപ്പ്. മുകളിലത്തെ ബോക്സ് കുറച്ച് വലുതാണ്, താഴത്തെ ബോക്സ് ചെറിയൊരു ബോക്സാണ്. നെഞ്ചിൻ്റെ ഭാഗവും അതുപോലെ ആപ്സിൻ്റെ ഭാഗം, പെൽവിസിൻ്റെ ഏരിയ. കൈകൾ വരയ്ക്കാനായിട്ട് സിലിണ്ട്രിക്കൽ ഫോമാണ് യൂസ് ചെയ്യുന്നത്. കാലിനും സിലിണ്ട്രിക്കൽ ഫോം. ഈ ഒരു 2 ഫോം വരച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വരച്ച സ്റ്റിക്ക് ഫിഗറിന് വോളിയം കിട്ടും. ഒരു റോബോട്ടിനെ പോലെ ആയിരിക്കും കിട്ടുക. അടുത്തതായിട്ട് സൈഡ് വ്യൂവിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. സൈഡ് വ്യൂവിൽ വരയ്ക്കുമ്പോൾ മനസ്സിലാവും ചെസ്റ്റിൻ്റെയും ആപ്സ് അല്ലെങ്കിൽ പെൽവിസിൻ്റെ ഏരിയയിലെ ബോക്സിൻ്റെ പൊസിഷൻ. ആ 2 ബോക്സ് സൈഡ് വ്യൂവിൽ വരയ്ക്കുമ്പോൾ നേരത്തെ വരച്ച ആ കേവിനെ ഫോളോ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ബോക്സ് അല്ല, ചെറിയൊരു ചെരിവുണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ട് വ്യൂവിൽ ബോക്സ് വരയ്ക്കുമ്പോൾ ആപ്സിൻ്റെ, അതായത് പൊക്കിളിൻ്റെ ഭാഗത്ത് മുകളിലത്തെ ബോക്സിൻ്റെ താഴ്ഭാഗം ചെറുതായിട്ട് കാണാൻ പറ്റും, താഴത്തെ ബോക്സിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ 2 വ്യൂവിലും ഫ്രണ്ട് വ്യൂവിലും സൈഡ് വ്യൂവിലും സ്റ്റിക്ക് ഫിഗറിന് മാസ് അഥവാ വോളിയം കൊടുക്കാനായിട്ട് പഠിച്ചു. ഈ ഒരു സ്ട്രക്ചർ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. കുറേ പ്രാക്ടീസായി കഴിയുമ്പോൾ സ്ട്രക്ചർ പെട്ടെന്ന് വരയ്ക്കാൻ സാധിക്കും. ഈ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ് ഇനി വരുന്ന വീഡിയോസുകളിൽ ബാക്കി ഡീറ്റെയിലിങ് ചെയ്യാൻ പോകുന്നത്. ഇതേ സ്ട്രക്ചർ പേപ്പറിൽ വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഫിഗർ ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത പോലെ തുടക്കത്തിൽ ഇതുപോലെ ലൈൻസ് വരയ്ക്കാം. 8 ഡിവൈഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഹെഡ് വരയ്ക്കുക, അപ്പർ ബോഡി വരയ്ക്കാം. 2 ബോക്സ് ഉപയോഗിച്ച് അപ്പർ ബോഡി ക്രിയേറ്റ് ചെയ്യാം. ചെസ്റ്റിൻ്റെ ഏരിയയിലെ ബോക്സ് ഹൈറ്റ് കൂടുതലാണ്. സ്റ്റൊമക്ക് വയറിൻ്റെ ഭാഗത്ത് ബോക്സ് വലിപ്പം കുറഞ്ഞതാണ്. ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കുമ്പോൾ മുകളിലെ ബോക്സിൻ്റെ താഴെ ഭാഗം കുറച്ച് കാണാൻ പാകത്തിന് വരയ്ക്കുക. അതുപോലെ താഴത്തെ ബോക്സിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് കാണാൻ പാകത്തിന് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു 3D എഫക്റ്റ് കൂടി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നേരത്തെ വരച്ച പോലെ തന്നെ സിലിണ്ടേഴ്സ് ഉപയോഗിച്ച് കൈയും കാലിൻ്റെയും വോളിയം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. സിലിണ്ടേഴ്സും ബോക്സും വരയ്ക്കാൻ പഠിച്ചാലാണ് ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബേസിക് ഡ്രോയിങ് ബോക്സ് ഫോംസും
അതുപോലെ സിലിണ്ടറിക്കൽ ഫോംസും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. സിലിണ്ടേഴ്സും ബോക്സും വരയ്ക്കുന്നതിൻ്റെ പല ആംഗിൾ വരയ്ക്കുന്നതിൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. അടുത്തായിട്ട് സൈഡ് വ്യൂവിൽ വരയ്ക്കാം. ബാക്ക് ബോണിൻ്റെ ഭാഗത്ത് കർവ് ലൈൻ വരയ്ക്കുക. ആദ്യം ഹെഡ്, അതിനുശേഷം അപ്പർ ബോഡി, ലോവർ ബോഡി, കൈ, കാല് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് വ്യൂവിൽ ഹെഡ് വരച്ചപ്പോൾ റൗണ്ട് വരയ്ക്കാം. താഴത്തൊരു യു ഷേപ്പാണ് വരയ്ക്കുന്നത്. സൈഡ് വ്യൂവിൽ വരയ്ക്കുമ്പോഴും റൗണ്ട് വരയ്ക്കാം. പ്ലസ് പോലെ മാർക്ക് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ താടിയുടെ ഭാഗം വരച്ചു കൊടുത്താൽ ആ ഒരു തലയൊട്ടിയുടെ സ്ട്രക്ചർ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഇതുപോലെ ലൈൻസുകൾ വരച്ച് ഡിവൈഡ് ചെയ്ത് കുറേ ഡ്രോയിങ്സ് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം റെഫറൻസ് ലൈൻസുകളില്ലാതെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. പെട്ടെന്ന് തന്നെ ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ബോക്സും സിലിണ്ടേഴ്സൊക്കെ ഉപയോഗിച്ച് വോളിയം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ഡ്രോയിങ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. സൈഡ് വ്യൂയും ഫ്രണ്ട് വ്യൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ബേസിക് ഫോം ഉപയോഗിച്ച് ഫീമെയിൽ, മെയിൽ ഈ രണ്ട് ക്യാരക്ടറിനെയും ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പർ ബോഡി, അതായത് ചെസ്റ്റിൻ്റെ ഏരിയയും പെൽവിസിൻ്റെ ഏരിയയും, അത് രണ്ടും ഒരേപോലത്തെ ഷേപ്സ്. ഷോൾഡറിൻ്റെ വീതിയും പെൽവിസിൻ്റെ വീതിയും ഏകദേശം ഒരേപോലെ വരച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ സ്ട്രക്ചർ കിട്ടുന്നതായിരിക്കും. മെയിൽ സ്ട്രക്ചർ ആകുമ്പോൾ ഷോൾഡറിന് കുറച്ചും കൂടി വീതി ഉണ്ടാവും. പെൽവിസിൻ്റെ ഏരിയ, ആ ഒരു ഏരിയ കുറച്ച് ഷോർട്ടായിരിക്കും. ഇവിടെ അപ്പർ ബോഡി മാത്രം വരച്ച് രണ്ട് ഡ്രോയിങ് കാണാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ. ആ ഒരു ടെക്നിക്കാണ് ഇപ്പോൾ പറഞ്ഞത്. ഷോൾഡർ ബ്രോഡായിട്ട് വരയ്ക്കുക, പെൽവിസ് അല്ലെങ്കിൽ ആപ്സിൻ്റെ ഏരിയ ഷോർട്ടായിട്ട് വരച്ചാൽ മെയിൽ ഫിഗറായിട്ട് തോന്നും. അതുപോലെ ഫീമെയിൽ ഫിഗറാണെങ്കിൽ അപ്പറും ലോവർ പോർഷനും ഒരേപോലത്തെ ഷേപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഷോൾഡറും പെൽവിസും ഒരേ വീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ഫെമിനൈൻ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ബേസിക് ബോഡി സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യാം. അതിന് ചെയ്യേണ്ടത് അപ്പർ ബോഡിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. പ്രത്യേകിച്ച് ആപ്സിൻ്റെ ഏരിയ, ഗ്രോയിൻസിൻ്റെ ഏരിയ, ആ ഭാഗത്ത് ഒരു V ഷേപ്പ് കൊടുക്കാം. അതായത് സൈഡിലുള്ള ആ കോർണർ പോലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട്
അവിടെ ജോയിൻസ് മാർക്ക് ചെയ്യാം. അതിനുശേഷം സൈഡിലെ തൈയുടെ ഏരിയ ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ കുറേ കൂടി റിയലിസ്റ്റിക്കായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അപ്പർ ബോഡിയും. മുകളിലുള്ള ഷോൾഡറിൻ്റെ ഏരിയയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കോർണർ വേണ്ട ആ ഭാഗത്ത് ജോയിൻ്റ് വരച്ചിട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. അത്യാവശ്യം വരയ്ക്കാൻ സാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം വരച്ച ബേസിക് ഡ്രോയിങ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു മെത്തേഡ് കൂടി വരയ്ക്കുന്നുണ്ട്. പെൽവിസിൻ്റെ ഏരിയ ഇതുപോലെ വി പോലെ വരച്ചു. സൈഡ് ജോയിൻസ് വരയ്ക്കാം. ലെഗിൻ്റെ ഏരിയ ആദ്യം വരച്ച പോലെ സിലിണ്ടറായിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെയും പ്രാക്ടീസ് ചെയ്യാം. ഇൻ്റർനെറ്റിൽ ഒരുപാട് ഇമേജസ് ഉണ്ട് ഈ ബേസിക് സ്ട്രക്ചർ വെച്ചിട്ട് ഹ്യൂമൻ ഡ്രോയിങ്സിന് വരയ്ക്കാൻ. കൂടുതലും ബോക്സ് സ്ട്രക്ചറാണ്. ചിലതിൽ റിബ് കേജിൻ്റെ ഫോം, ആ വാരിയലിൻ്റെ ഫോം തന്നെ സിമ്പിളായിട്ട് വരച്ചും ഇമേജസിൽ കാണാം. അത് കുറച്ച് പാടായിരിക്കും. ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റിയത് ബോക്സ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൽ ആക്ഷൻസാണ് വരയ്ക്കുന്നത്. ഓട്ടം, ചാട്ടം, ഇരിക്കുന്ന സ്ട്രക്ചർ. അത് വരയ്ക്കാനായിട്ട് ഈ ഒരു ഡ്രോയിങ്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് വയ്ക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറിയ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.